നമസ്കാരം. ഒരു യഥാർത്ഥ യുദ്ധം പശ്ചിമേഷ്യയിൽ വീണ്ടും സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടൊരു വാർ മോങ്കറിങ് എന്ന നിലയിലല്ല, മറിച്ച് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി യുദ്ധത്തിൻ്റെ കാർമേഘങ്ങൾ പശ്ചിമേഷ്യയിൽ ഉരുണ്ടുകൂടിയ, പ്രത്യേകിച്ചും വെസ്റ്റ് ഏഷ്യയെ നമ്മൾ പൂർണ്ണമായി ആശ്രയിക്കാതെ, അതായത് ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഡയറക്റ്റ് സ്റ്റാൻഡ് ഓഫ് ബിറ്റ്വീൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ഇറാൻ, ആ ഒരു കാര്യത്തെക്കുറിച്ച് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി വിശകലനം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അമേരിക്ക പക്ഷം പിടിച്ചുകൊണ്ടോ ഇറാൻ പക്ഷം പിടിച്ചുകൊണ്ടോ അല്ല ഇത് ഉദ്ദേശിക്കുന്നത്. കാരണം അങ്ങനെ ഒരു പക്ഷം പിടിക്കേണ്ട കാര്യമില്ല. കാരണം ഈ കാര്യങ്ങൾ വിശകലനം ചെയ്യുക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സൈഡ് പിടിച്ചുകൊണ്ട്, ഏതെങ്കിലും ഒരു രാജ്യത്തെ വാഴ്ത്തിക്കൊണ്ട്, മറ്റൊരു രാജ്യത്തെ ഇടിച്ചു താഴ്ത്തിക്കൊണ്ട്, ഏതെങ്കിലും ഒരു മതത്തെയോ സംസ്കാരത്തെയോ ഇകഴ്ത്തുകയോ പുകഴ്ത്തുകയോ ചെയ്യുക എന്നത് അന്താരാഷ്ട്ര കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ അതിനകത്ത് യാതൊരു സാങ്കത്യവും ഞാൻ കാണുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, യഥാർത്ഥത്തിൽ യുദ്ധകാർമേഘങ്ങൾ അവിടെ ഉയരുമ്പോൾ ഇവിടെ കൊച്ചു കേരളത്തിൽ ഇരുന്നു കൊണ്ട് മലയാളികളായ പ്രേക്ഷകർ അതിനെ നോക്കിക്കാണുന്ന ഒരു രീതിയുണ്ട്. നമുക്ക് നേരിട്ട് ത്രെട്ട് വന്നാലും ഇല്ലെങ്കിലും ലോക വ്യവസ്ഥയെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു വലിയ ത്രെട്ട് എന്ന നിലയിൽ തന്നെയാണ് അതിനെ കാണുന്നത്. അതുകൊണ്ട് ദയവായി ഇറാൻ അനുകൂലമെന്നോ അമേരിക്ക അനുകൂലമെന്നോ ഒന്നും അത് വിവക്ഷിക്കാതെ, അതൊരു മതത്തിൻ്റെയോ ഒന്നും പശ്ചാത്തലത്തിൽ അതിനെ ഒന്നും നോക്കിക്കാണാതെ യഥാർത്ഥത്തിൽ വസ്തുതകളെ മാത്രം വിശകലനം ചെയ്യാൻ ഒരു എളിയ ശ്രമം നടത്തുകയാണ്. നമുക്കറിയാമല്ലോ, 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാനും അമേരിക്കയും തമ്മിൽ അതിശത്രുതാപരമായ നിലപാടാണ്. അതിലൊരിക്കൽ പോലും കടുകിട ഇളവ് വന്നിട്ടില്ല. ആകെ വന്നിട്ടുള്ള ഒരു ചെറിയ രജത രേഖ എന്ന് പറയുന്നത് 2015 ആണ്ടിൽ ഒബാമ, അന്ന് അമേരിക്കൻ പ്രസിഡൻ്റായി ഒബാമ ഇരിക്കുമ്പോൾ ഇറാൻ്റെ ആണവ പദ്ധതി നിങ്ങൾ നിർത്തിവെക്കണം, ഞങ്ങൾ ഇറാനെതിരെയുള്ള ഉപരോധങ്ങൾ അവസാനിപ്പിച്ചുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയും ഏതാനും യൂറോപ്യൻ രാജ്യങ്ങളും ഫ്രാൻസും ബ്രിട്ടനും പിന്നീട് റഷ്യയും ചൈനയും എല്ലാം ചേർന്ന് ഒരു സമഗ്രമായ ആണവ കരാർ ഇറാനുമായി എത്തിച്ചേരുകയാണ്. കാരണം നമുക്കറിയാമല്ലോ, 9 രാജ്യങ്ങൾ ഇപ്പോൾ ന്യൂക്ലിയർ കേപ്പബിലിറ്റി കൺഫേംഡായി നേടിയെടുത്തിട്ടുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും ഉൾപ്പെടെ ദ ബിഗ് ഫൈവ്, അതായത് ചൈന, റഷ്യ, അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ഈ രാജ്യങ്ങളും അതോടൊപ്പം ഇന്ത്യയും പാകിസ്ഥാനും അതിനോടൊപ്പം തന്നെ വടക്കൻ കൊറിയയ്ക്ക് ഉണ്ട് എന്ന് കരുതപ്പെടുന്നു. ഇസ്രായേലിന് ആണവായുധങ്ങളുണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം. അവരത് പ്രഖ്യാപിച്ചിട്ടില്ല. അങ്ങനെ 9 രാജ്യങ്ങൾക്ക് കൺഫേംഡ് ആയിട്ടുണ്ട്. 10ാമത് രാജ്യം ഉണ്ടാവുകയാണെങ്കിൽ അത് ഇറാനായിരിക്കും. അങ്ങനെ വന്നാൽ ഇറാൻ്റെ കയ്യിൽ ആണവായുധങ്ങൾ സുരക്ഷിതമായിരിക്കുമോ? ഇറാൻ അത് പ്രയോഗിക്കാൻ ഒരു ശ്രമം നടത്തും. 1945 ആണവ പ്രയോഗത്തിന് ശേഷം നാളിതുവരെ ആണവ ആയുധങ്ങൾ യുദ്ധഭൂമിയിലോ നഗരങ്ങൾക്ക് മേലെയോ പ്രയോഗിച്ചിട്ടില്ല എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് അതിനെതിരെ അമേരിക്ക കൊണ്ടുവന്നൊരു പദ്ധതിയാണ്. ഇറാൻ അതിനെ വളരെ സ്വാഗതാർഹമായിട്ടാണ് അതിനെ കണ്ടത്. അങ്ങനെ ഒരു പദ്ധതി നിലവിൽ വരികയാണ്. ആ പദ്ധതി 3 വർഷം കൊണ്ട് അത് കടലിലെറിഞ്ഞു ഡൊണാൾഡ് ട്രംപ്. 2017 അധികാരത്തിൽ വരുന്നു. 2018 തന്നെ അദ്ദേഹം ആ ആണവ കരാറിനെ തള്ളിക്കളയുകയാണ്. ട്രംപിൻ്റെ പോളിസി എന്താണ്? നാളിതുവരെ അമേരിക്ക ഏർപ്പെട്ടിട്ടുള്ള എല്ലാ കരാറുകളിലും വെച്ച് ഏറ്റവും വിഡ്ഢിത്തം നിറഞ്ഞ കരാറാണ് ഇറാനുമായുള്ള കരാർ. ഇറാനെതിരെ ഉപരോധം തുടരണം, ഇറാനെ നമ്മൾ കായികമായി നേരിടണം എന്നൊക്കെയുള്ളൊരു പ്രഖ്യാപനമായിരുന്നു ട്രംപിന്. ആ കാലഘട്ടത്തിൽ ഇറാനെ കാര്യമായി ഒന്നും തന്നെ ചെയ്യാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല എന്നത് ചരിത്രപരമായ സത്യമാണ്. ഇന്ന് ട്രംപ് സ്വയം വിശ്വസിക്കുന്നത് അദ്ദേഹം കൂടുതൽ ശക്തനായി എന്നാണ് ഡൊണാൾഡ് ട്രംപ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ ലോകം മുഴുവൻ വ്യാപാര യുദ്ധത്തിൻ്റെ പുറകെയാണ്. ട്രംപ് പ്രഖ്യാപിച്ച തീരുവ യുദ്ധത്തിൻ്റെ പുറകിലാണ്. അതിൻ്റെ ഒരു സൈഡ് ലൈൻ നിന്നുകൊണ്ട് നമ്മൾ കാണാതെ പോകരുതാത്ത ഒരു കാര്യമാണ് ഈ വീഡിയോയുടെ പ്രധാന ഇതിവൃത്തം. അതാണ് ദ ബിൽഡപ്പ്. 2 ഭാഗത്തും അതിശക്തമായ ബിൽഡപ്പ് ഉണ്ട്. അമേരിക്കയുടെ ഭാഗത്തെ ഒഫൻസീവ് ബിൽഡപ്പ് ഉണ്ട്. അമേരിക്കയ്ക്ക് 10 താവളങ്ങളാണ്. അമേരിക്കയുടെ സഖ്യരാജ്യങ്ങൾ, അറബി മേഖലയിലെ സഖ്യരാജ്യങ്ങളുടെ ഭൂമിയിലും ഡീഗോ ഗാർഷ്യ എന്ന ഇന്ത്യ മഹാസമുദ്രത്തിലെ ദ്വീപിലുമായി അമേരിക്കയുടെ 10 സൈനിക താവളങ്ങളുണ്ട്. മിക്കതും വ്യോമ നാവിക താവളങ്ങളുമാണ്. ഇത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന 50,000-ഓളം US ട്രൂപ്സ് ഉണ്ട്. അത് വലിയൊരു നമ്പറാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം 50,000 എന്ന് പറയുന്നത് ഈ വെസ്റ്റ് ഏഷ്യയുടെ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രം, അല്ലെങ്കിൽ അമേരിക്കൻ താല്പര്യങ്ങൾ പശ്ചിമേഷ്യയിലും മധ്യേഷ്യയിലും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഇത്രയധികം പേരെ, അമേരിക്കൻ പൗരന്മാരെ, അമേരിക്കൻ സൈനികരെ, മെറീനുകളെ ഒക്കെ നിലനിർത്തുന്നത് വലിയ നമ്പറാണ്.
ഇപ്പോൾ അതിന് പുറമെയാണ് അമേരിക്ക ഒരു വിസിബിൾ ഒഫൻസീവ് എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ഫ്ലെക്സിംഗ് മസിൽസ് എന്ന നിലയിൽ സ്റ്റെൽത്ത് ബോംബറുകൾ ഡീഗോ ഗാർഷ്യയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. 7 സ്റ്റെൽത്ത് ബോംബറുകളാകെയുള്ള അമേരിക്കയുടെ കൈവശമുള്ള 20 ബോംബറുകളുടെ 1/3 7 B-2 സ്റ്റെൽത്ത് ബോംബറുകൾ. ആ സ്റ്റെൽത്ത് ബോംബറുകൾ സ്പിരിറ്റ് എന്ന് കൂടിയാണ് വിളിക്കുന്നത്. അതിങ്ങനെ ഒരു ആത്മാവ് പോലെ ഇങ്ങനെ വ്യാപിച്ചു പോകും, റൈഡാറുകൾക്ക് കണ്ടെത്താനാവാത്ത ബോംബറുകൾ എന്നാണ്. അതോടൊപ്പം തന്നെ B-1 വിമാനങ്ങൾ, അതുപോലെ B-52 യുദ്ധവിമാനങ്ങൾ, അതിന് പുറമെ ഏതാനും കാർഗോ വിമാനങ്ങൾ, വലിയ തോതിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയുന്ന ചരക്ക് വിമാനങ്ങൾ, അതിനോടൊപ്പം 8-9 ഈ റീഫ്യൂവലിംഗ് വിമാനങ്ങൾ, ആകാശമധ്യേ ഇന്ധനം നിറയ്ക്കേണ്ടി വന്നാൽ ആ ഇന്ധന ടാങ്കറുകളായി ഉപയോഗിക്കുന്ന വിമാനങ്ങളുടെ ഒരു ശേഖരവും അമേരിക്ക വിവിധ കേന്ദ്രങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ 10 കേന്ദ്രങ്ങളിലേക്ക് ആവാഹിച്ചിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനർത്ഥമെന്ന് പറഞ്ഞാൽ ഒരു അമേരിക്കൻ സ്ട്രൈക്ക് ഈസ് ഇമ്മിനൻറ്റ്. അതായത് ഇസ്രായേൽ ആക്രമിക്കുമെന്നല്ല, ഇസ്രായേൽ ആക്രമണത്തിന് അമേരിക്ക സഹായം നൽകുമെന്നല്ല, മറിച്ച് അമേരിക്ക നേരിട്ട് എന്തൊക്കെയോ പദ്ധതികൾ കരുതിയിട്ടുണ്ട്. അതിലൊന്ന് ഹൂതികൾക്ക് നേരെയുള്ള ആക്രമണമാകാം. അത് ഒരു യാഥാർത്ഥ്യ ബോധത്തോടെ നോക്കുമ്പോൾ അത് സാധ്യമാണ്. കാരണം ഹൂതികളെ ആക്രമിക്കാൻ എളുപ്പമാണ്. കാരണം ഹൂതികൾ ചെറിയൊരു വിഭാഗമാണത്. ഈ ബാബൽ മന്ദേബ് കടന്ന് ചെങ്കടലേക്ക് പ്രവേശിക്കുന്ന ആ പ്രവേശന കവാടത്തിനരികിലുള്ള ഒരു വിമത വിഭാഗമാണ്, ട്രൈബൽ വിഭാഗമാണ്. ഇറാൻ്റെ പിന്തുണയുണ്ട് എന്നത് സത്യമാണ്. അവർക്കെതിരെ ആക്രമണം കഴിഞ്ഞ മാർച്ച് മാസം 15-ാം തീയതി വലിയ തോതിലുള്ള ആക്രമണം അവർക്കെതിരെ നടന്നു. നാശനഷ്ടങ്ങളുണ്ടായി. പക്ഷേ ഹൂതികളെ പൂർണ്ണമായി അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. പക്ഷേ യഥാർത്ഥ ടാർഗറ്റ് അമേരിക്കയുടെ ബേസിൽ നിന്നും, ഡീഗോ ഗാർഷ്യയുടെ ബേസിൽ നിന്ന്, അത് ഇന്ത്യൻ ഓഷ്യനിലാണ്, ഈ നമ്മുടെ അയൽരാജ്യമായ മാലദ്വീപിനും തെക്ക് കിടക്കുന്ന, ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് കിടക്കുന്ന, ഇന്ത്യയുടെ സമുദ്രതീരത്തു നിന്നും ഏറെ അകലെയാണ്, ഇറാൻ്റെ സമുദ്രതീരത്തു നിന്നും വളരെ അകലെ കിടക്കുന്ന, ഒരു 2000 മുതൽ 3000 വരെ കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഡീഗോ ഗാർഷ്യ കേന്ദ്രീകരിച്ചാണ് അമേരിക്കയുടെ ഓപ്പറേഷൻസ്. അത് ഒരു വശത്ത്. മറുവശത്ത് ഇസ്രായേൽ എന്ന അമേരിക്കൻ സഖ്യ രാജ്യത്തിന് THAAD എയർ ഡിഫൻസ് സിസ്റ്റം അമേരിക്ക വ്യാപകമായി കൊടുക്കുകയാണ്. ഒരു സെറ്റ് ഓഫ് ബാറ്ററീസ്, അതായത് THAAD എന്ന് പറയുന്നത് THAAD എന്ന് പറയുന്നത് ഒരു എയർ ഡിഫൻസ് സിസ്റ്റമാണ്. S-400 എന്ന് പറയുന്ന റഷ്യയുടെ സിസ്റ്റം ഉണ്ടല്ലോ, എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ടല്ലോ, ആകാശത്തുകൂടി വരുന്ന മിസൈലുകളെ ആകാശത്ത് വെച്ച് തന്നെ തകർക്കുക. അതിനുവേണ്ടി റഷ്യയുടെ കയ്യിൽ നിന്ന് ഇന്ത്യ S-400 മിസൈൽസ്, S-300, S-400 ഒക്കെ ഉള്ള മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങിയെടുത്തിട്ടുണ്ട്. അതുപോലെയുള്ള അമേരിക്കയുടെ ഏറിയൽ പ്രതിരോധ സംവിധാനത്തിൻ്റെ ഒരു സെറ്റ് ഓഫ് ബാറ്ററീസ് ഇസ്രായേലിൻ്റെ മണ്ണിൽ ഏതാനും വർഷം മുൻപ് വിന്യസിച്ചു. മറ്റൊരു സെറ്റ് ഓൾറെഡി ഇസ്രായേലിലേക്കുള്ള യാത്രയിലാണ്. അത് വിന്യസിക്കും. അതിനർത്ഥം ഇസ്രായേലിനെതിരെയും ഒരു ആക്രമണം തീർച്ചയായും അമേരിക്ക പ്രതീക്ഷിക്കുന്നുണ്ട്, ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് ഈ ലോഞ്ച് പാഡുകൾ, ഫിക്സ്ഡ് പാഡുകളല്ല, ഈ വലിയ ട്രക്കുകളിൽ വഹിച്ചുകൊണ്ട് പോകാവുന്ന ഏതാനും മിസൈലുകളുടെ ഒരു വലിയ ശേഖരമാണ്. ആ ട്രക്കുകൾ, ഒന്നിലധികം മിസൈലുകളുടെ 8-10 മിസൈലുകൾ ഒരു ബാറ്ററിയായി വെച്ചുകൊണ്ട് ആകാശത്തെ നോക്കി വെച്ചിരിക്കുകയാണ്. അത് കുതിച്ചു പായാൻ സാധിക്കും. അങ്ങനെയുള്ള ഏതാനും ട്രക്കുകളുടെ സമാഹാരമാണ് ഒരു സെറ്റ് ഓഫ് THAAD എന്ന് പറയുന്നത്. അങ്ങനെ 2 ഡിവിഷൻ THAADകൾ ഇസ്രായേലിനിപ്പോൾ ഉണ്ടാകും. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഇറാനിൽ നിന്നും ഒരു ആക്രമണം ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നു, അമേരിക്ക പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഡിഫൻസ് സ്ട്രാറ്റജിസ്റ്റുകൾ പറയുന്നത് ഇറാൻ്റെ ചില പടക്കപ്പലുകൾ ഡീഗോ ഗാർഷ്യ ദ്വീപിൻ്റെ അടുത്ത കാലത്ത് കഴിഞ്ഞ മാസം എത്തിയിരുന്നു. അതിനുശേഷമാണ് അമേരിക്കയുടെ മിസൈൽ വിന്യാസമുണ്ടായത്. അങ്ങനെയെങ്കിൽ ഇറാനുള്ളിൽ ഒരു ചിന്തയുണ്ട്, ഒരു പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക് എന്ന നിലയിൽ, അതായത് ശത്രു ആക്രമിക്കുന്നതിന് മുൻപ്, അമേരിക്ക ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ അമേരിക്കയുടെ കേപ്പബിലിറ്റിയെ പ്രധാനമായി ഡെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ചുകൊണ്ടുവരിക. അതിനുവേണ്ടി ഒരു മുൻകൂട്ടിയുള്ള ആക്രമണം, അതാണ് പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക്. അതിനുവേണ്ടി ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് കോപ്സിനുള്ളിൽ വലിയ ചിന്തകൾ ഉണ്ട്. അതുമാത്രമല്ല, അതിന് ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനി സമ്മതം മൂളിയിട്ടുണ്ട് എന്ന രീതിയിൽ ഇറാനിൽ നിന്നും റിപ്പോർട്ടുകൾ വരുന്നു. പക്ഷേ അത് കൺഫേംഡ് റിപ്പോർട്ടുകളല്ല. പക്ഷേ ഒരു കാര്യത്തിൽ കൺഫർമേഷൻ ഉണ്ട്, ഇറാൻ്റെ ഉള്ളിൽ വിവിധ സ്ഥലങ്ങളിൽ, ഒരു 10 സ്ഥലത്തെങ്കിലും ഒരു ഏറിയൽ സർവെയിലൻസ് സിസ്റ്റം, അതായത് റേഡാർ ശൃംഖല, ഖദീർ എന്ന് പറയുന്ന ഒരു റഡാർ ശൃംഖല, അതായത് വേണ്ടി വന്നാൽ
B-2 സ്റ്റെൽത്ത് സ്പിരിറ്റ് ബോംബേഴ്സിനെ ഉൾപ്പെടെ സ്പോട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു റൈഡാർ ശൃംഖല അത് ഗദ്ദാർ തുറമുഖത്തിന് അടുത്ത്, പാകിസ്ഥാൻ്റെ അടുത്ത് ചബഹാർ തുറമുഖത്തിന് ആ മേഖല, ഗദ്ദാർ ചബഹാർ ഇറാൻ അതിർത്തിയാണ്. ആ മേഖല കേന്ദ്രീകരിച്ചും പേർഷ്യൻ ഗൾഫിൻ്റെ വടക്കൻ ഭാഗം, അത് ഇറാൻ്റെ തെക്കൻ ഭാഗമാണ്, അത് കേന്ദ്രീകരിച്ചും ടെഹ്റാനോടടുപ്പിച്ച്, അത് അങ്ങ് വടക്കാണ്, ഇറാൻ്റെ ഏറ്റവും വടക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ടെഹ്റാൻ. അങ്ങനെ ഇറാൻ്റെ വിവിധ ഭാഗത്ത് ഇങ്ങനെയുള്ള റൈഡാർ ശൃംഖല, ഖദീർ റൈഡാർ ശൃംഖല സ്ഥാപിച്ചു. അതുകൊണ്ട് ഇറാൻ തീർച്ചയായും ഒരു അമേരിക്കൻ ഏറിയൽ ബോംബാർഡ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നു. ഏത് നിമിഷവും ഇറാൻ്റെ ന്യൂക്ലിയർ വെപ്പൺസ് തയ്യാറെടുപ്പിലാണ്. വലിയ തോതിൽ ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നു. U-235 അതിൻ്റെ സമ്പുഷ്ടീകരണം 80-90% നിൽക്കുകയാണ്. ഏത് നിമിഷവും അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ ആണവ ബോംബ് അസംബിൾ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇറാൻ കൈവരിച്ചു എന്നതാണ് അമേരിക്കയെ ആശങ്കപ്പെടുത്തുന്ന വസ്തുത. അങ്ങനെ ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് രഹസ്യമായി ഇറാൻ പെട്ടെന്നത് രൂപീകരിക്കുകയും അത് കൂട്ടിയോജിപ്പിക്കുകയും സംയോജിപ്പിക്കുകയും അത് ഉപയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ, ഉപയോഗിക്കുന്നത് ആർക്കെതിരെ? ഒരുപക്ഷെ അമേരിക്ക വരെ എത്തുന്ന മിസൈലുകളൊന്നും തന്നെ, ഡെലിവറി സിസ്റ്റം ഒന്നും തന്നെ ഇറാൻ ഉണ്ടാവില്ല. എന്നാൽ തീർച്ചയായും ഇറാൻ്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന സൗദി അറേബ്യ എങ്കിലും അമേരിക്കയുടെ സഖ്യകക്ഷിയാണ്. ആക്രമിക്കാൻ ഇറാൻ മുതിർന്നാൽ എണ്ണ വ്യാപാരം അവതാളത്തിലാകും. ആണവാക്രമണം എണ്ണ വ്യാപാരം മാത്രമല്ല, സമ്പദ് വ്യവസ്ഥയും ലോകവ്യവസ്ഥയും സുരക്ഷയും എല്ലാം തന്നെ അവതാളത്തിലാക്കുന്ന ഒന്നാണ്. അപ്പോൾ അത് സംഭവിക്കാതെ ഇരിക്കാനുള്ള കാര്യങ്ങളാണ്. അത് മാത്രമല്ല, ഇറാൻ അടുത്ത സമയത്ത് ഒരു ത്രെട്ട് എന്നുള്ള നിലയിൽ, ഒരു സൂചന എന്ന നിലയിൽ ഇറാൻ്റെ അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റീസ്, വലിയ തോതിലുള്ള മിസൈൽ ശേഖരം, അത് ഇറാൻ്റെ മണ്ണിൽ 3 ഇടത്തെങ്കിലും വിപുലമായ ശേഖരവും 10-20 ഇടങ്ങളിലെങ്കിലും ചെറിയ മിസൈൽ ശേഖരവുമായി അണ്ടർഗ്രൗണ്ട് 60 മീറ്ററോളം അടിയിലാണെന്ന് ഓർക്കണം. ഈ 60 മീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ദൂരമാണ്. അത്രയും മീറ്റർ അടി വരെ പെനിട്രേറ്റ് ചെയ്യാവുന്ന ബോംബുകൾ ഉണ്ടോ? അത് ബങ്കർ ബസ്റ്റർ എന്നൊക്കെ പറയുന്ന ബോംബ് സിസ്റ്റമാണ്. അപ്പോൾ സ്റ്റെൽത്ത് ബോംബേഴ്സിനെ B-2 എന്ന് പറയുന്നത് അങ്ങനെയുള്ള അത്രയധികം ആഴത്തിലേക്ക് നൂഴ്ന്നിറങ്ങാൻ കഴിയുന്ന ബോംബുകൾ വഹിക്കാൻ കഴിയുന്ന, വേണ്ടി വന്നാൽ ആണവ പോർമുനകൾ പോലും വഹിക്കാൻ കഴിയുന്ന വിമാനങ്ങളാണ് B-2 എന്ന് പറയുമ്പോഴാണ് രണ്ടു പക്ഷത്തുമുള്ള തയ്യാറെടുപ്പുകൾ. ഒരു വശത്തെ B-2വിനെ നേരിടാനായി ഈ ഖദീർ റൈഡാറുകൾ, ആ റൈഡാറുകളുടെ കണ്ണിൽ പെട്ടുകഴിഞ്ഞാൽ മിസൈൽ, ഇറാൻ്റെ തന്നെ ഡിഫൻസ് സിസ്റ്റമായ മിസൈൽ ഏറിയൽ ഡിഫൻസ് സിസ്റ്റം ഉണർന്ന് പ്രവർത്തിക്കും. അതുമാത്രമല്ല, തിരിച്ചുള്ള ആക്രമണം ഉണ്ടാകാം. അമേരിക്കയുടെ 50,000 സൈനികരുണ്ട് എന്നാണല്ലോ പറയുന്നത്. ആ മേഖലയിൽ ആകമാനം വിവിധ രാജ്യങ്ങൾ, വിവിധ അറബ് രാജ്യങ്ങളിലാണത്. ആ മേഖലകളിലേക്ക് ആക്രമണം വന്നാൽ അമേരിക്കയിൽ തന്നെ പൊതുജനാഭിപ്രായം തിരിയും. അമേരിക്കയുടെ സൈനികർ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അമേരിക്ക എന്തിന് ഇങ്ങനെയുള്ള യുദ്ധങ്ങളിലേക്ക് പോയി? ട്രംപിൻ്റെ ഒരു പ്രഖ്യാപിത നയം തന്നെ, ഞാൻ സമാധാനത്തിൻ്റെ മാലാഖയാണ്, യുദ്ധം ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം വ്യാപാര യുദ്ധം തുടങ്ങി വെച്ചു. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഇസ്രായേൽ പലസ്തീൻ സംഘർഷം അതിന് അയവ് വരുത്തുന്ന രീതിയിൽ വെടിനിർത്തൽ കൊണ്ടുവന്നു എന്ന് ശരിയാണ്. പക്ഷേ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ വീണ്ടും വെടിനിർത്തൽ ലംഘിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അമേരിക്ക പറയുന്നതൊന്നും തന്നെ ഈ അടുത്ത സമയത്ത് പൂർണ്ണമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ട്രംപിൻ്റെ പോപ്പുലാരിറ്റിയും ഇടിവിലാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സൈനിക ബലാബലം ചർച്ച ചെയ്യേണ്ടതും യുദ്ധസാധ്യതകളെ ചിരിച്ചു തള്ളാനാവാത്ത യുദ്ധസാധ്യത. യുദ്ധം വരുമെന്ന് പറയാൻ നമ്മളാരും പ്രവാചകന്മാരല്ല. പക്ഷേ ഇങ്ങനെയുള്ള ബിൽഡപ്പ് എന്ന് പറയുന്നത്, അതിനെക്കുറിച്ചുള്ള യാഥാർത്ഥ്യ അധിഷ്ഠിതമായ ഒരു ചിത്രം പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കുക എന്നതായിരുന്നു ഈ വീഡിയോയുടെ ഉദ്ദേശം.